ഇന്നത്തെ വീഡിയോ വിങ്ക റോസ് അല്ലെങ്കിൽ നിത്യ കല്യാണി എന്നൊക്കെ പറയുന്ന ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു എക്സോട്ടിക് വെറൈറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇനത്തിലുള്ള വിങ്ക റോസ് ആണ്. നാടൻ ഇനത്തിലുള്ള വിങ്ക റോസ് ഒക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും നമ്മുടെ നേഴ്സറികളിൽ. പക്ഷെ ഇതുപോലെയുള്ള വെറൈറ്റി ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് വളരെ യാദൃശികമായിട്ട് ഒരു സെല്ലറെ പരിചയപ്പെട്ടു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ചത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ വിങ്ക റോസിൻ്റെ ചെടിയാണിത്. ഇന്നലെയാണ് വന്നത്. ഞാൻ ഇന്നലെ രാത്രി വന്ന് ഇത് പൊട്ടിച്ച് വെച്ചു. ഇതിപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ എടുക്കുകയാണ്. എന്തായാലും ഈ ഒരു വെറൈറ്റി ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഒത്തിരി പേര് ഇത് വാങ്ങാനായിട്ടൊക്കെ കിട്ടുമോ? ഞാൻ സാധാ വിങ്ക റോസിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. നേഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചെടി വാങ്ങിച്ചാൽ നമുക്ക് വേറൊരു ഗുണമുണ്ട്. നമുക്ക് ഇതിനകത്ത് സീഡുണ്ട്. സീഡ് മുളപ്പിച്ച് നമുക്ക് അടുത്ത ഒരു സീസണിലേക്കൊക്കെ അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് ഒത്തിരി ചെടികളാക്കി എടുക്കാൻ പറ്റും. എല്ലാ ചെടികളും തന്നെ സീഡായതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മച്ചുവർ പ്ലാന്റ് ആണ്. നിങ്ങൾക്കത് വേണ്ടവർ ഞാൻ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചെടികൾ ഓൺലൈനിൽ നിന്ന് പുറത്തുനിന്ന് വരുത്തുന്നത് വാങ്ങി പാകിയാണ് ഈ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെടിക്ക് ആയിട്ട് എടുക്കുമ്പോൾ 120, 100 അത് വെറൈറ്റി അനുസരിച്ച് വില വ്യത്യാസമുണ്ട്. അതേസമയം നമ്മളൊരു 4 വെറൈറ്റി കോംബോ ആയിട്ട് എടുത്താൽ നമ്മുടെ ഈ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 500 രൂപ. അപ്പോൾ നമുക്ക് 100 രൂപ താഴെ ശരിക്കും വരുന്ന ഷിപ്പിംഗ് ചാർജ്. ഇപ്പോൾ ഇതിൻ്റെ ചെടി നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇത്രയും വലിപ്പമുള്ള ഈ ചെടി നമുക്ക് പാക്ക് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഒരു 100-120 രൂപയൊക്കെ ഇത് കൊറിയർ ചാർജ് ആവും. ഇതിൻ്റെ പാക്കിങ്ങും എക്സ്പെൻസും എല്ലാം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 4 വെറൈറ്റി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 500 രൂപയും, അതുപോലെ ഒന്ന് സിംഗിൾ പീസായിട്ടൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വെറൈറ്റിയുടെ അനുസരിച്ച് ചില പ്ലാന്റിന് 100, ചില പ്ലാന്റിന് 120 പ്ലസ് സിയും കൂടി കൊടുക്കണം. നിങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് വിങ്ക റോസ് താല്പര്യമുള്ള ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതൊരു വെറൈറ്റി ആയതുകൊണ്ടാണ്. പിന്നെ ഹാങ്ങിങ് വിങ്കയുടെയും അതുപോലെ തന്നെ ഇതേപോലെ എക്സോട്ടിക് വിങ്ക മുകളിലേക്ക് വളരുന്ന ചെടിയുടെയും വിത്തുകളും അവൈലബിൾ ആണ്. 30 സീഡ് ഉണ്ടാവും. അത് 30 വെറൈറ്റി ആയിരിക്കും. 200 രൂപയാണ് വരിക. അപ്പോൾ അതും ആഗ്രഹിക്കുന്നവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു തരും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ തരുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഇത് വന്നതും പാക്ക് എല്ലാം നല്ല രീതിയിൽ നമുക്കൊന്നും പോകാതെ ചെടികൾക്ക് ഒരു കോട്ടം ഉണ്ടാവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് വലിയൊരു സന്തോഷം. ഈ വിങ്ക റോസിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും നിങ്ങൾക്ക് ഷെയർ ചെയ്തപ്പോൾ ഒത്തിരി പേര് ഇതിൻ്റെ വിത്ത് തരാമോ, ചെടി തരാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരമാണെന്ന് എല്ലാം നമുക്കവിടെ അവൈലബിൾ ആണ്. ഈ ഇതിൻ്റെ ചെടി മാത്രമല്ല, ഇതിൻ്റെ സീഡും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാനിത് സെല്ലറുടെ അടുത്ത്, അരുണിമ എന്നാണ് സെല്ലറുടെ പേര്, ഞാൻ അവളോട് ചോദിച്ചത് എങ്ങനെയാണ് നടേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഇത് സാധാ പൊട്ടി മിക്സിൽ ഇപ്പോൾ വെച്ചാൽ മതി. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ തണുപ്പൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവയ്ക്ക് അധികം ജൈവവളത്തിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല, അധികം വളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ വല്ലപ്പോഴും നമ്മൾ കുഞ്ഞ് DAP പോലുള്ള രാസവളങ്ങൾ ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മഴ നനയാതെ എന്നാൽ വെയിൽ അത്യാവശ്യം കിട്ടുന്ന ഭാഗത്ത്, സൺഷൈൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ വെക്കാവുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ വിത്തുകൾ പാകുമ്പോൾ നല്ലൊരു ചകിരി കമ്പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ചകിരിച്ചോറ് ഉള്ള ഒരു കമ്പോസ്റ്റിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ GP പാക്കറ്റോ അല്ലെങ്കിൽ ചെറിയ കവറിലോ പോട്ടി മിക്സ് ഇട്ടിട്ട് അതിനകത്ത് വിത്ത് പാകി 5 മിനിറ്റ് ഒരു അല്പം നനവ് എപ്പോഴും മീഡിയനിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മുളപ്പിച്ചാലും നല്ല രീതിയിൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതൊക്കെ നട്ടതിന് ശേഷം ഇതിൻ്റെ അപ്ഡേഷൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ വേഗം വെറൈറ്റീസ് തീരുന്നതിന് മുമ്പ് നമ്മുടെ ഈ സെല്ലറായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.